ഈ മോഡൽ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ഒന്നെങ്കിൽ ഈ ഒരു ഐയുടെ ഫിഗർ ചോദിക്കാം, അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ ഫിഗർ വെച്ചായിരിക്കും മോഡലിനെ കാണുന്നത്. ഈ രണ്ട് ഫിഗറിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റീഡ്രോ ദ ഫിഗർ. ഈ ഒരു ഫിഗർ റീഡ്രോ ചെയ്യുന്നതിന് വെറും 1 മാർക്ക് നിങ്ങൾക്ക് ഷടാന്ന് പറഞ്ഞ് കിട്ടും. വെറും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് ഈ വരയ്ക്കുന്നതിലൂടെ കിട്ടും. ഇത് വരയ്ക്കുമ്പോൾ 1 മാർക്ക് കിട്ടും. സെക്കൻഡ്, നെയിം ദ പാർട്ട് എ ആൻഡ് ബി. എ എന്നതും ബി എന്നതും പാർട്ട് എന്തോ ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എ എന്നത് ഏതാ? ഈ പാർട്ട് നമുക്കറിയാം ഏതാണെന്നറിയാം, സീലിയറി മസിലാണെന്നറിയാം അല്ലേ? ഇത് സീലിയറി മസിലാണ്. ബി എന്നത് എവിടെയാണ്? ഇവിടെയായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെ പറയുന്ന പേരെന്താണ്? ബ്ലിൻഡ് സ്പോട്ട്. ബ്ലിൻഡ് സ്പോട്ട് എന്നാണ് ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേര്. ഈ 2 പാർട്ട് ഉൾപ്പെടെ മറ്റ് പാർട്ടുകളും നിങ്ങൾ തന്നെ പഠിക്കണം. ഈ ക്വസ്റ്റ്യനിൽ 2 പാർട്ടേ ഉള്ളൂ. ആ പാർട്ടിൻ്റെ ഫങ്ഷനും ബി പാർട്ടായിട്ട് കാണാം. ഹൗ ഡസ് ദ പാർട്ട് എ റെഗുലേറ്റ് ദ കർവേച്ചർ ഓഫ് ലെൻസ് വെൻ ലുക്കിംഗ് അറ്റ് ദ നിയർ ബൈ ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആ എ എന്ന പാർട്ട് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എ എന്ന പാർട്ട് ലെൻസിൻ്റെ കർവേച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം എ എന്നത് സീലിയറി മസിലാണ്. സീലിയറി മസിൽ എങ്ങനെയാണ്? നമ്മൾ അടുത്തുള്ള മസിൽ നോക്കുമ്പം സീലിയറി മസിൽ എന്തോ ചെയ്യും? കോൺട്രാക്റ്റ് ചെയ്യും, ലിഗമെൻറ്റ്സ് ലൂസ് ചെയ്യും. അന്നേരം എന്തോ ചെയ്യും? കർവേച്ചർ ഓർ കോൺവെക്സിറ്റി ഓഫ് ദ ലെൻസ് ഇൻക്രീസ്. അന്നേരം കർവേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് 3 മാർക്കാണ് കിട്ടുന്നത്. 1 ഫിഗർ വരയ്ക്കുന്നതിന്, പിന്നെ ഇതിന് അര 1, ഇതിനൊരു മാർക്ക്. ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടാവുന്ന ചില ചോദ്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഫിഗർ കൊടുത്തിട്ട് ഡിസീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ സിംറ്റംസ് തന്നിട്ട് ഏതാണ് ഡിസീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ത്രിസ്റ്റ്, ഹങ്കർ, അങ്ങനെ ഓരോ സിംറ്റംസ് തന്നിട്ട് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവയുടെ എന്താണ് പതോജനെയൊക്കെ എഴുതാനായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ഒരു ഫിഗറാണ്, ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് സിംറ്റം. ഇവിടെ എന്താണ്? ഫിഗർ തന്നിട്ട് അതിൻ്റെ സിംറ്റം എഴുതാനാണ്. ഇവിടെ ഫിഗർ ഏതാണ്? മലേറിയയാണ്. ഇവിടെ മോസ്കിറ്റോൻ്റെ പടം കണ്ടില്ലേ? മോസ്കിറ്റോ 2 ടൈപ്പ് ഉണ്ട്. അനോഫിലസ് മോസ്കിറ്റോ ഉണ്ട്. അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറയുമ്പോൾ മലേറിയയിലുള്ള, ഫിലേരിയാസിസിൽ വേറെ മോസ്കിറ്റോയാണ്. അതിനാൽ ഇത് രണ്ടും തിരിഞ്ഞു പോവും. അതിനാൽ ഈ ഒരു ഫിഗറിൽ തന്നേക്കുന്നത് മലേറിയയാണ്. മലേറിയയുടെ സിംറ്റം എന്ന് പറയുമ്പം ഫിഗർ, ചിൽസ്, ഷിവറിങ്, ഹെഡ് ഏക്ക്, വൊമിറ്റിംഗ്, മസ്കുലാർ പെയിൻ, ബോഡി പെയിൻ, ഫറ്റീഗ്. പനി, കുളിര്, തണുപ്പ്, ഹെഡ് ഏക്ക്, പിന്നെന്തോ വൊമിറ്റിംഗ്, ഛർദിൽ, മസ്കുലാർ പെയിൻ, ശേഷി വേദന, ബോഡി പെയിൻ, ശരീരവേദന, ഫറ്റീഗ്. ഇതെല്ലാമാണ് കോമൺ ആയിട്ട് ഇതിൻ്റെ സിംറ്റംസ്. ഇനി ഇതിനെടുക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ് നമുക്ക് വരാതിരിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെല്ലാമാണ്? ഈ ഒരു ഡിസീസ് മോസ്കിറ്റോയിലൂടെ പകരുന്നതിനാൽ മോസ്കിറ്റോ കൺട്രോൾ ചെയ്യാം. മോസ്കിറ്റോ കൺട്രോൾ ചെയ്യാനുള്ള പ്രിക്കോഷൻസിൻ്റെ പറ്റി എഴുതിയാൽ മതി. ഇവിടെ അന്നേരം മൊത്തം 2 മാർക്കിൻ്റെയാണ്. ഓരോ മാർക്ക് വെച്ചായിരിക്കും ചോദിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, പ്രോട്ടീൻ സിന്തസിസ്. ഫസ്റ്റ് പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രോട്ടീൻ സിന്തസിസ്. ഇതിൻ്റെ 2 പ്രോസസ്, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും അറിഞ്ഞിരുന്നാൽ ഇത് എളുപ്പമാണ്. ഐഡൻറ്റിഫൈ ദ നെയിം ആൻഡ് സ്റ്റേജ് ദ പ്രോട്ടീൻ സിന്തസിസ്. ഈ ഒരു ഭാഗത്തിൻ്റെ പേര് നമുക്കറിയാം ഏതാണ്? mRNA ആണ്. ഈ ഒരു പ്രോസസ്സ് ഏതാണ്? അന്നേരം mRNA ഉൾപ്പെടുന്നത് ട്രാൻസ്ക്രിപ്ഷനാണ്. അതൊരു എക്സ് എന്ന് അടയാളപ്പെടുത്തിയേക്കുന്നത് ഏതാണ്? mRNA ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്താണ്? അതാണ് tRNAക്ക് എന്ത് മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മെസ്സഞ്ചർ RNA ആണല്ലേ, മെസ്സഞ്ചർ RNA. ഇത് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നാലാമത്തത്, ഇതൊരു ഡിസീസാണ്. ഡിസീസിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഹോർമോൺ ആൻഡ് നെയിം ദ ഹോർമോൺ ദാറ്റ് കൺട്രോൾ ഇറ്റ്സ് സെക്രീഷൻ. ഇവിടെ തന്നേക്കുന്നത് ഏതാണ്? അർക്കമെഗലിയാണ് അല്ലേ.
അർക്കമേഖല എന്ന് പറയുമ്പോൾ എന്താണ്? എക്സസീവ് ഗ്രോത്ത്, വളർച്ചയ്ക്ക് ശേഷം എന്താണ്? ബോഡി പാർട്സിന് ഗ്രോത്ത് കൂടുതലാണ് അല്ലേ? എന്ന് വെച്ചാൽ പാംസ്, ഫൂട്ട്, ജോസ് എന്നിവയ്ക്കൊക്കെ കണ്ടോ ഇവിടെ എന്താ വളർച്ച കൂടുതലാണ്. ഈ ക്വസ്റ്റ്യൻ മെൻഷൻ ഡിസോർഡർ കാസ്റ്റ് ബൈറ്റ്സ് ഇംബാലൻസ് ആൻഡ് സിംറ്റം. ഇതേപോലെ മറ്റ് രണ്ടെണ്ണമാണ് ഡാർഫിസവും ജെൻറ്റിസവും. ഡാർഫിസം എന്ന് പറയുമ്പോൾ എന്താ? ഗ്രോത്തിൻ്റെ സമയത്താണ് എന്ത് നീളം കുറഞ്ഞ് ആളായിട്ട് മാറുന്നത്, സ്റ്റണ്ട് ഗ്രോത്താണ്. ഗ്രോത്തിൻ്റെ സമയത്ത് അതേപോലെ നീളം വെക്കുകയാണെങ്കിൽ ജെജാൻറ്റിസം എക്സസീവ് ബോഡി ഗ്രോത്താണ് അവിടെ. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കാണ്. ഇവിടെ ഇതിന് 3 മാർക്കാണ് കൊടുത്തേക്കുന്നത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ടെസ്റ്റ് ഉള്ളത്ര എഴുതിയാൽ അതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. എക്സ്ട്രാ ആയിട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒന്നെങ്കിൽ ന്യൂറോൺ അല്ലെങ്കിൽ ഐ, ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ് എന്തായാലും ഫിഗർ വരുന്നത്. അങ്ങനെ ന്യൂറോണിൽ നിന്ന് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണമായിരിക്കാം വരാവുന്നത്. പാർട്സ് ലെവൽ ചെയ്യുന്നത് വേറെ ആയിരിക്കും. റീഡ്രോ ദ ഫിഗർ, റീഡ്രോ ചെയ്യുന്നത് 1 മാർക്കാണ്. ഐഡൻറ്റിഫൈ പി, നമുക്കറിയാം പി ഏതാണ്? ഡെൻഡ്രോൺ ആണ്. ക്യൂ ഏതാണ്? ആക്സോണൈറ്റ് ആണ് അല്ലേ? സി, റൈറ്റ് ഫങ്ഷൻ ഓഫ് ദ പാർട്ട് ലേബൽഡ് ആർ, ആർ എന്ന് അടയാളപ്പെടുത്തിയേക്കുന്ന ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എഴുതുക. എന്താണ് ആർ എന്നത് ഭാഗത്തിൻ്റെ പ്രത്യേകത? മെസ്സേജുകളുടെ സ്പീഡിൻ്റെ ട്രാൻസ്മിഷൻ കൂട്ടുന്നു. അതെന്താണ് ആർ എന്ന് പറയുന്നത്? മൈലിൻ ഷീറ്റാണ്. എന്താണ്? മൈലിൻ ഷീറ്റാണ് ആർ എന്ന ഭാഗം. ഒരു മൈലിൻ ഷീറ്റിൻ്റെ ഫങ്ഷൻസായ ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസും ആക്ടിങ് ആസ് ആൻ ഇൻസുലേറ്ററും എഴുതിയാൽ ഇവിടെ ഇതിന് 3 മാർക്ക് കിട്ടും.